ഏട്ടാ ഈ ആപ്പിളിലും ചോക്ലേറ്റിലും സെയിം എമൗണ്ട് ഓഫ് ഷുഗർ തന്നെയല്ലേ? പിന്നെ എന്തുകൊണ്ടാ ചോക്ലേറ്റ് കഴിച്ചുകൂടാ ആപ്പിളാ നല്ലത് എന്നൊക്കെ പറയുന്നത്? ആപ്പിളിനും ചോക്ലേറ്റിനും നല്ല ഡിഫറൻസ് ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു ആപ്പിളിലും ഈ ഒരു ചോക്ലേറ്റിലും സെയിം എമൗണ്ട് ഓഫ് ഷുഗർ തന്നെയാണ്. 19 ഗ്രാമാണ് ആപ്പിളിലുള്ളത്, 19 ഗ്രാം തന്നെയാണ് ഈ ചോക്ലേറ്റ് ഉള്ളത്. പക്ഷേ ഇത് നാച്ചുറൽ ഷുഗറും ഇത് റീഫൈൻഡ് ഷുഗറാണ്. അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഓക്കെ, അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഈ ഒരു ചോക്ലേറ്റിൽ ഷുഗർ കണ്ടന്റ് ആണ് കൂടുതലുള്ളത്, അതുപോലെ തന്നെ ഫൈബർ ഇതിലില്ല. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ കഴിക്കുമ്പോൾ എന്താവും, നമ്മുടെ ബോഡി വളരെ പെട്ടെന്ന് ഈ ഷുഗർ മൊത്തം അബ്സോർബ് ചെയ്യും. അപ്പോൾ പെട്ടെന്ന് നമുക്ക് എനർജി കിട്ടും. അതന്നെ, നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു വലിയൊരു എമൗണ്ട് എനർജി കിട്ടും. അപ്പോൾ നമ്മുടെ ബ്ലഡ് സ്പൈക്ക് ഉണ്ടാവും. ആ എനർജി നമ്മുടെ ഫാറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് നമ്മുടെ ബോഡിയിൽ ഫാറ്റ് സ്റ്റോർ ചെയ്യും. അപ്പോൾ ഈ ആപ്പിൾ കഴിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഓക്കെ, ആപ്പിളിൽ നാച്ചുറൽ ഷുഗറാണ്, അതുപോലെ തന്നെ ഫൈബർ കണ്ടന്റും കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആപ്പിൾ കഴിക്കുമ്പോൾ വളരെ സ്ലോ ആയിട്ട് മാത്രമേ ഷുഗർ നമ്മുടെ ബോഡിയിൽ അബ്സോർബ് ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡിക്ക് അത് യൂസ് ചെയ്യാനും പറ്റുന്നു. അതുകൊണ്ട് തന്നെ ഫാറ്റ് അക്യുമുലേറ്റ് ചെയ്യുന്നതും വളരെ കുറവായിരിക്കും. പക്ഷെ നമുക്ക് ഇടയ്ക്ക് നല്ല ഷുഗർ ക്രാവിങ്സ് ഒക്കെ തോന്നൂലേ? അപ്പോൾ ഈ ചോക്ലേറ്റ് ഇടയ്ക്ക് എപ്പോഴെങ്കിലൊക്കെ കഴിക്കുന്നതിനെ കൊണ്ട് കുഴപ്പമുണ്ടോ? എപ്പോഴെങ്കിലും ഒരു ചെറിയൊരു പീസ് ചോക്ലേറ്റ് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ചോക്ലേറ്റ് കഴിക്കാൻ തുടങ്ങിയാൽ ഒന്നിൽ നിർത്തില്ല, ഇതുപോലെ മൊത്തമായിട്ട് കഴിക്കും. അങ്ങനെ ഇത്രയും ചോക്ലേറ്റ് കഴിക്കുന്നത് കൊണ്ട് എന്താ സംഭവിക്കുന്നത്? ഇത്രയും ചോക്ലേറ്റ് കഴിക്കുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഫാറ്റ് അക്യുമുലേറ്റ് ചെയ്യുന്നു, അത് വെയിറ്റ് ഗെയിനിന് കാരണമാകും. കൂടാതെ ഹൈ BP, മുഖക്കുരുവിനും അത് കാരണമാകും. പ്രത്യേകിച്ച് ലേഡീസിൽ ഹോർമോൺ ഇൻബാലൻസിനും റീപ്രൊഡക്റ്റീവ് ഇഷ്യൂസിനും ഇത് കാരണമാകും. അപ്പോൾ ഇനി മുതൽ ചോക്ലേറ്റിന് പകരം ആപ്പിൾ കഴിച്ചു തുടങ്ങാം അല്ലേ? തീർച്ചയായും നിങ്ങളും ഇതുപോലെ ചോക്ലേറ്റ് കൂടുതലായി കഴിക്കുന്നത് പകരം ഫ്രൂട്ട്സ് കഴിക്കുക.